വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ബിസിനസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് മുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും അതുപോലെ കമ്മലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ മോനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കമ്മലൊക്കെ ഉണ്ടാക്കുന്നതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3000-4000 രൂപയുടെ അടുത്തുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ക്യാഷ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഹെയർ ബാൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 30 രൂപ 40 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയർ ബാൻഡൊന്നും വേണ്ട, ഇതുപോലെ ബ്രൈഡലിന് വേണ്ടിയിട്ടുള്ള ബ്രൂച്ചും ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഹെയർ ബ്രൂച്ചിൻ്റെയും ടയറിൻ്റെയൊക്കെ ഒരു ബിസിനസ്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം വാങ്ങിയത് ഡോക്ടേഴ്സ്, നേഴ്സ് അങ്ങനെയുള്ളവരാണ്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വാങ്ങാൻ തുടങ്ങി, അതുപോലെ പാർലർ ചെയ്യുന്ന ചേച്ചിമാർ, ബ്യൂട്ടീഷ്യൻ ചേച്ചിമാരൊക്കെ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ആയി. നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ അവർ വാങ്ങുന്നത്. അത് മാത്രമല്ല ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്രോഫിറ്റാണ് നമുക്ക് ഇതിന്ന് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ബിസിനസ് നല്ലൊരു ഐഡിയ ആണെന്ന്. പിന്നെ അത് മാത്രമല്ല എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യമല്ല, മോൻ ചെറിയ മോനാണ്. അപ്പോൾ ഇതിന്ന് വീട്ടിലിരുന്നിട്ട് തന്നെ എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതാ നല്ലൊരു സക്സസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ബായ്.